തിരുസഭ 66. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 36-ാമത്തെ അധ്യായത്തിൻ്റെ 8ഉം 9ഉം തിരുലിഖിതങ്ങളാണ്. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജോബിൻ്റെ പുസ്തകത്തിലൂടെ വലിയൊരു ജ്ഞാനമാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്ന, ചില പീഡകളാൽ അസ്വസ്ഥപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാൻ പലപ്പോഴും നമ്മൾ ഓർക്കും, ഇതിൻ്റെയൊക്കെ കാരണം എന്തുവാ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമായ അനുഭവം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഈ ഒരു അവസ്ഥ മാറിക്കിട്ടാത്തത്? ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചില മേഖലകളോർത്ത് അസ്വസ്ഥതപ്പെടാറുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും ദുശീലങ്ങൾ കൊണ്ടോ ഏതെങ്കിലും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ തകർച്ചകളോ കെട്ടുകളൊക്കെ വീണിരിക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നുവെന്ന്. അതുകൊണ്ട് ചിന്തിക്കുന്ന ഇപ്രകാരമായ സഹോദരങ്ങളെ, ഒരുപക്ഷേ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വന്നിരിക്കുന്ന ചില മേഖലകളെ നമുക്ക് വെളിപ്പെടുത്തരുന്ന ചില സാഹചര്യങ്ങളാകാം. ഒരുപക്ഷേ നാളുകൾക്ക് മുമ്പ്, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവഹിതത്തോട് സഹകരിക്കേണ്ട ചില നിമിഷങ്ങളിൽ, ദൈവം ചില പ്രേരണകൾ നൽകിയിട്ട് അത് ഏറ്റെടുക്കേണ്ട നിമിഷങ്ങളിൽ എൻ്റെ ചില അഹങ്കാരം മൂലം, ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് ശരിയെന്ന് ഓർത്തുകൊണ്ട്, ഇല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന ചിന്തയിൽ, ഇല്ലേ മറ്റുള്ളവരെ വിമർശിച്ചു കൊണ്ടൊക്കെ മുന്നോട്ട് പോയ ചില സാഹചര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന ചില അവസരങ്ങളാകാം. നമ്മൾ ചില ബന്ധനങ്ങൾ, കെട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന, ചില തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഇപ്രകാരമാണ്: ഇന്ന് നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കൈവെക്കുന്നിടത്തൊക്കെ തടസ്സമാണെങ്കിൽ, പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങിയിട്ട് എവിടെയും എത്തപ്പെടാനാവാത്ത ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് ഇപ്രകാരമാണ്: ആ നിമിഷം ദൈവത്തെ പഴിചാരാതെ, ചില വ്യക്തികളെ പഴിചാരാതെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെടാതെ പരിശുദ്ധാത്മാവ് ചിന്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ അറിയാതെ ഏതെങ്കിലും പാപത്തിൻ്റെ വിത്തുകൾ എന്നിൽ വളരുന്നുണ്ടോ എന്ന്, പ്രത്യേകിച്ച് മൂലപാപത്തിൻ്റെ വിത്തുകൾ. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ചിന്തിക്കുന്ന പ്രകാരമാണ്, പ്രത്യേകിച്ച് അഹങ്കാരത്തിൻ്റെ മേഖലകളിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം വളരുന്നുണ്ടോ? എൻ്റെ അഹങ്കാരം മൂലം ഞാൻ ഏതെങ്കിലും വ്യക്തികളെ അംഗീകരിക്കാതിരിക്കുന്നുണ്ടോ? അഹങ്കാരം മൂലം ഏതെങ്കിലും സാഹചര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാതിരിക്കുന്നുണ്ടോ? അഹങ്കാരം മൂലം ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പിടിവാശി കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്രകാരമൊക്കെ ചിന്തിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഏതെങ്കിലും പാപത്തിൻ്റെ കെട്ടുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ പല കാര്യങ്ങളും ബ്ലോക്കായി പോകുന്ന സാഹചര്യം എത്തപ്പെടാവുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത തടസ്സങ്ങളിലൂടെയോ കെട്ടുകളിലൂടെയോ ബന്ധനങ്ങളിലൂടെയോ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് കൂടെ ജീവിക്കുന്നവരുടെയോ കുഞ്ഞുങ്ങളുടെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ ജീവിതത്തിലേക്ക് തിരിയാതെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് പൂർണ്ണമായ ആത്മപരിശോധന നടത്തണം. ഏതെങ്കിലും പാപത്തിൻ്റെ മേഖലകൾ, പ്രത്യേകിച്ചും അഹങ്കാരം എന്ന മൂലപാപത്തിൻ്റെ മേഖലകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വേട്ടയാടുന്നുണ്ടോ? അതുമൂലം
അതുപോലെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്ത എൻ്റെ വാക്കിലൂടെ പുറത്തിലൂടെ വേദനയുണ്ടാക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ആത്മപരിശോധന നടത്തി നമ്മുടെ ഉള്ളിലൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഇന്ന് വിളിക്കുകയാണ്. ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അഹങ്കാരത്തിൻ്റെയോ മറ്റേതെങ്കിലുമൊക്കെ പാപത്തിൻ്റെയോ ഏതെങ്കിലുമൊക്കെ വിത്തുകൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവയെല്ലാം കുമ്പസാരക്കുള്ളിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ അഹങ്കാരം മൂലം വേദനിച്ച് ഏതെങ്കിലുമൊക്കെ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എളിമപ്പെട്ട് കടന്നു എന്ന് മാപ്പപേക്ഷിച്ച് പൂർണ്ണമായി നമ്മൾ അതിൽ നിന്ന് അഹങ്കാരം എന്ന ആ വലിയ പാപത്തിൽ നിന്നും എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ആ കുരുക്ക് അഴിയുവാൻ തുടങ്ങും. നമ്മൾക്കുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ മാറാൻ തുടങ്ങും. നമ്മുടെ ആത്മാവിൻ്റെ കുരുക്കഴിക്കുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ കെട്ടുകളും കുരുക്കുകളും അഴിയാൻ തുടങ്ങും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മേഖലകൾ കണ്ടുപിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളിമയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാപ്പ് ചോദിക്കാനും മാപ്പ് കൊടുക്കാനും എളിമപ്പെടാനും തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കാനുമുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോടുകൂടെ എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയുടെ തലത്തിൽ എന്നും ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സൊല്യൂഷൻസ് ഡോൺ ബോസ്കോ സഭയിലെ ഫാദർ സിറിൽ